ക്ലാസ് 9 മാത്സിൻ്റെ ചാപ്റ്റർ 12 പ്രൊപ്പോർഷൻ അഥവാ അനുപാതം ആ ചാപ്റ്ററിലെ സെക്കൻഡ് എക്സർസൈസാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സും അതുപോലെ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് എക്സർസൈസും നമ്മൾ മറ്റ് 2 വീഡിയോസ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈ എക്സർസൈസിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. ഫോർ ഈച്ച് പെയർ ഓഫ് ക്വാണ്ടിറ്റീസ് ഗിവൺ ബിലോ check whether the first is proportional to the second. For proportional quantities, calculate the constant of proportionality. അതായത് പ്രൊപ്പോർഷണൽ ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പ്രൊപ്പോർഷണൽ ആണെങ്കിൽ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടുപിടിക്കണം. ആദ്യം തന്നിരിക്കുന്നത് പെരിമീറ്റർ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ. പെരിമീറ്ററും റേഡിയസ് ഓഫ് സർക്കിളും തമ്മിൽ എന്താ റിലേഷൻ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 2πr അല്ലേ? ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പെരിമീറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് 2πr ആണ്, വേർ ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? ഇവിടെ നോക്കിക്കേ, പെരിമീറ്ററും റേഡിയസും രണ്ടും ഈക്വൽ ടു സിമ്പിളിൻ്റെ ഒരേ സൈഡിലല്ലേ കിടക്കുന്നത്. ദാറ്റ് മീൻസ് രണ്ടും ന്യൂമറേറ്റർ പാർട്ടാണ് അല്ലേ? ഇതിൻ്റെ താഴോട്ടല്ല ഒന്ന് വന്നിരിക്കുന്നത്, ഡിനോമിനേറ്ററിലല്ല ഒരെണ്ണം വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് പെരിമീറ്റർ കൂടുമ്പോൾ റേഡിയസും കൂടുന്നു എന്നാണ് അർത്ഥം. പെരിമീറ്റർ കുറയുമ്പോൾ റേഡിയസ് കുറയുന്നു. വേറെ തരത്തിൽ പറഞ്ഞാൽ റേഡിയസ് കൂടുമ്പോൾ പെരിമീറ്റർ കൂടുന്നു, റേഡിയസ് കുറയുമ്പോൾ പെരിമീറ്റർ കുറയുന്നു. ദാറ്റ് മീൻസ് ദേ ആർ പ്രൊപ്പോർഷണൽ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂ ആണ്. 2π എന്ന് പറയുന്നതാണ് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്. ഓക്കെ, ഇനി ഏരിയ ആൻഡ് റേഡിയസ് ഓഫ് സർക്കിൾ. ഏരിയയ്ക്കുള്ള ഇക്വേഷൻ എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു πr². ഇവിടെ നോക്കിയേ, റേഡിയസിൻ്റെ സ്ക്വയർ ആണ് കിടക്കുന്നത്. റേഡിയസ് ഓഫ് ദ സർക്കിൾ മാത്രമല്ല, റേഡിയസിൻ്റെ സ്ക്വയർ ആണ്. ദാറ്റ് മീൻസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ് അല്ലേ? ഈ ഒരു സിറ്റുവേഷനിൽ പെരിമീറ്ററും റേഡിയസും കണ്ടോ, ഇവിടെ സ്ക്വയറോ ക്യൂബോ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ പെരിമീറ്ററും റേഡിയസും പ്രൊപ്പോർഷണൽ ആണ്. പക്ഷേ ഇവിടെ ഏരിയ ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ റേഡിയസ്, ബട്ട് ഏരിയ ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു റേഡിയസ്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. അതായത് നമുക്കിത് നോട്ട് പ്രൊപ്പോർഷണൽ എന്ന് ആൻസർ കൊടുക്കാം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ഓഫ് എ സർക്കുലർ റിംഗ് മൂവിങ് എലോങ് എ ലൈൻ. അതായത് ഒരു ലൈനിലൂടെ ഒരു സർക്കുലർ റിംഗ് ഇങ്ങനെ ഉരുട്ടി വിടുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡും ആൻഡ് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആൻഡ് ഡിസ്റ്റൻസ് ട്രാവൽഡ്, അത് തമ്മിൽ എന്താണ് ബന്ധം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് കൂടുതലായിട്ട് റൊട്ടേറ്റ് ചെയ്ത് പോയാൽ, കൂടുതൽ റൊട്ടേഷൻസ് കിട്ടുമ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് അത് ട്രാവൽ ചെയ്തിരിക്കും അല്ലേ? ഇവിടുന്ന് ഇത് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് കൂടുതൽ ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിരിക്കും. ദാറ്റ് മീൻസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? നമ്പർ ഓഫ് റൊട്ടേഷൻസ് കുറഞ്ഞു, ഇപ്പോൾ 2 കറക്കം കറങ്ങിയിട്ട് അവിടെ നിന്നു എന്ന് പറയുന്നതും 10 പ്രാവശ്യം അത് കറങ്ങി എന്ന് പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഏതായിരിക്കും കൂടുതൽ? 10 പ്രാവശ്യം കറങ്ങിയപ്പോഴായിരിക്കും കൂടുതൽ ഡിസ്റ്റൻസ് അത് കവർ ചെയ്തിട്ടുണ്ടാവുക അല്ലേ? അതുകൊണ്ട് ഡിസ്റ്റൻസ് ട്രാവൽഡ് ആൻഡ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇനി ഇതിൻ്റെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിയും കൂടി കണ്ടുപിടിക്കണം. ഇത് ഒറ്റ പ്രാവശ്യം കറങ്ങുക എന്ന് വിചാരിച്ചോ. ഈ ഒരു റിങ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി പോവാണ്. ഒരു പ്രാവശ്യം കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ പെരിമീറ്റർ ആയിരിക്കും. നോക്കിയാൽ ഈ സർക്കിൾ, ഈ വരച്ച ഈ റിങ്ങിൻ്റെ അതൊരു സർക്കുലർ ഷേപ്പാണല്ലോ. ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണോ അത്രയും ഡിസ്റ്റൻസ് ആയിരിക്കും അത് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഇതിൻ്റെ റേഡിയസ് r ആണെങ്കിൽ 2πr, അത്രയും ഡിസ്റ്റൻസ് അത് ഒരു റൊട്ടേഷനിൽ കവർ ചെയ്യും. അതായത് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 1 റൊട്ടേഷൻ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദ സർക്കിൾ ആണ്. അപ്പോൾ ഇഫ് n ഈസ് ദ നമ്പർ ഓഫ് റൊട്ടേഷൻസ്, ദെൻ എന്താണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? n ടൈംസ് ദ പെരിമീറ്റർ. ഓക്കെ, ഇവിടെ ഈ പെരിമീറ്റർ എന്ന് പറയുന്നത് ചേഞ്ച് വരുന്നില്ല. കാരണം എന്താണ്? ആ റിങ്ങിൻ്റെ റേഡിയസ് നമ്മൾ മാറ്റുന്നതായിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. റേഡിയസ് മാറുമ്പോഴല്ലേ പെരിമീറ്ററിന് ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഒരു റിങ് എടുത്ത് ഇങ്ങനെ ഉരുട്ടുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ റേഡിയസ് ചേഞ്ച് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദാറ്റ് മീൻസ്
ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദിസ് റിംഗ് ആയിരിക്കും. ഈ റിങ്ങിൻ്റെ പെരിമീറ്റർ എത്രയാണോ അതായിരിക്കും കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. ഡിസ്റ്റൻസ് ട്രാവൽഡും അതുപോലെ നമ്പർ ഓഫ് റൊട്ടേഷൻസ്, n എന്ന് പറയുന്നത് നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ്. ഇത് രണ്ടും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദാറ്റ് റിംഗ് ആണ്. ഫോർത്ത് പാർട്ട് ഇങ്ങനെയാണ്: ദ ഇൻട്രസ്റ്റ് ഗോട്ട് ഇൻ ആൻ ഇയർ and the amount deposited in a scheme in which interest is compounded annually. നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. I is equal to PNR by 100 അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് P എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മൾ ആദ്യം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് P. എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ്, നമ്പർ ഓഫ് ഇയേഴ്സ് എന്നൊക്കെ പറയും. ഇവിടെ നമ്മൾ 1 ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ n എന്ന് പറയുന്നത് 1 ആണ്. പിന്നെ r എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. PNR by 100 ആയിരിക്കും ഇൻട്രസ്റ്റ് എമൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? ദ ഇൻട്രസ്റ്റ് ഗോട്ട് ഇൻ ആൻ ഇയർ എന്ന് പറഞ്ഞാൽ I ആൻഡ് ദ എമൗണ്ട് ഡെപ്പോസിറ്റഡ്. എമൗണ്ട് ഡെപ്പോസിറ്റഡ് എന്താണ്? P. അപ്പോൾ ഈ ഐയും പിയും തമ്മിൽ എന്താണ് ബന്ധം? ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. നമ്മൾ കൂടുതൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. കൂടുതൽ ഇൻട്രസ്റ്റ് എമൗണ്ട് ആണ്, റേറ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് എപ്പോഴും ഫിക്സഡ് ആയിരിക്കും. പക്ഷേ ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കൂടും നമ്മൾ കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്താൽ. നമ്മുടെ എമൗണ്ട് കുറവാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ടും കുറവായിരിക്കും. അപ്പോൾ ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നു. ദാറ്റ് മീൻസ് ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ അത് പ്രൊപ്പോർഷണലാണ്. ഇനി കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി കണ്ടുപിടിക്കണം. ഇവിടെ ഇൻ ആൻ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതായത് n എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ n എന്ന് പറയുന്നത് 1 ആക്കിയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം. I is equal to P into 1 into R by 100 അല്ലേ? ഈ by 100 ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ I is directly proportional to P. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ടുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ കൂടെ വരുന്ന ആളാരാണ്? R by 100 അല്ലേ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ അതാണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി. R by 100 ആണ് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ ലാസ്റ്റ് പാർട്ട് നോക്കാം. ദ വോളിയം ഓഫ് വാട്ടർ പോർഡ് ഇൻ ടു എ ഹോളോ പ്രിസം ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി വാട്ടർ ലെവൽ. അപ്പോൾ ഹോളോ പ്രിസം അതിലോട്ട് വാട്ടർ ഒഴിക്കുകയാണ്. അപ്പോൾ വോളിയം ആണ് നോക്കേണ്ടത് അല്ലേ? വോളിയം ഓഫ് എ പ്രിസം എന്തായിരുന്നു? വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ, നമ്മളിത് പഠിച്ചതാണ് പ്രിസംസ് എന്നുള്ള ചാപ്റ്ററിൽ. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ പറയുന്നത് വോളിയം ഓഫ് വാട്ടർ പോർഡ് ഇൻറ്റു ഹോളോ പ്രിസം ആൻഡ് ദി ഹൈറ്റ്. വോളിയവും ഹൈറ്റും തമ്മിൽ എന്താണ് ബന്ധം? ഹൈറ്റ് കൂടുതൽ ഉയരത്തിലേക്ക് വെള്ളം വരുന്നു എന്ന് പറഞ്ഞാൽ കൂടുതൽ വോളിയം ഓഫ് വാട്ടർ വരുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ വേറെ തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ഹൈറ്റേ ഉള്ളൂ, വെള്ളം ഒഴിച്ചു ഒരു ഹോളോ പ്രിസത്തിലോട്ട്, ഹൈറ്റ് കുറവാണ് വാട്ടർ ലെവലിൻ്റെ എന്ന് പറഞ്ഞാൽ വോളിയം കുറവാണെന്നാണ് അർത്ഥം അല്ലേ? ഒരാൾ കൂടുമ്പോൾ മറ്റേയാളും കൂടുന്നു. അപ്പോൾ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് ആരാണ് നിൽക്കുന്നത്? വോളിയവും ഹൈറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കുന്ന ആരാണ്? ബേസ് ഏരിയ. അപ്പോൾ ബേസ് ഏരിയ ആണ് ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് വരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് റെയിൻഫോൾ the volume of water falling in each square meter may be considered equal. അതായത് ഓരോ സ്ക്വയർ മീറ്ററിലും വന്ന് വീഴുന്ന മഴയുടെ അളവ് ഈക്വൽ ആണെന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യാറ്. ഡ്യൂറിങ് റെയിൻഫോൾ ദ വോളിയം ഓഫ് വാട്ടർ ഫോളിംഗ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ മേ ബി കൺസിഡേർഡ് ഈക്വൽ. പ്രൂവ് ദാറ്റ് ദ വാട്ടർ ഫോളിംഗ് ഇൻ എ റീജിയൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഏരിയ ഓഫ് ദ റീജിയൻ. അപ്പോൾ ആദ്യം തന്നെ അവരെന്താ പറഞ്ഞത്? ദ വോളിയം ഓഫ് വാട്ടർ ഫോളിംഗ് ഇൻ ഈച്ച് സ്ക്വയർ മീറ്റർ മേ ബി കൺസിഡേർഡ് ഈക്വൽ. അപ്പോൾ ഒരു സ്ക്വയർ മീറ്ററിൽ വന്ന് വീഴുന്ന മഴ കെ ആണെന്ന് വിചാരിച്ചോ. അതിൻ്റെ എമൗണ്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വോളിയമാണ് ഞാൻ കെ എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 മീറ്റർ സ്ക്വയറിൽ കെ. അങ്ങനെയാണെങ്കിൽ എ മീറ്റർ സ്ക്വയറിൽ എത്രയായിരിക്കും? എ മീറ്റർ സ്ക്വയറിൽ എന്തുമാത്രം മഴവെള്ളം വന്ന് വീഴും? കെ ഇൻറ്റു എ അല്ലേ? 1 മീറ്റർ സ്ക്വയറിൽ കെ ആണെങ്കിൽ എ മീറ്റർ സ്ക്വയറിൽ കെ ഇൻറ്റു എ. കണ്ടോ, വോളിയം എന്ന് പറയുന്നത്, അപ്പോൾ ഇതാണല്ലോ വോളിയം ഓഫ് വാട്ടർ ഫോളിങ് ടു എ സർഫസ് ഹാവിങ് ഏരിയ എ. ഇവിടെ ഏരിയ ആണ് എ എന്നെടുത്തത്. എ
ഏരിയ ഉള്ള ഒരു പ്രദേശത്തേക്ക് വന്ന് വീഴുന്ന മഴയുടെ വോളിയമാണ് ഞാൻ കെ എ എന്നെടുത്തത്. ഓക്കെ, അതായത് വോളിയവും ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. കൂടുതൽ ഏരിയ ഉള്ള പ്രദേശത്തേക്ക് കൂടുതൽ മഴ കിട്ടും അല്ലേ? ശരിയല്ലേ? കുറച്ച് ഏരിയ ആണെങ്കിൽ ആ പ്രദേശത്ത് വീഴുന്ന മഴ കുറവായിരിക്കും. നമ്മൾ വോളിയം കണക്കാക്കുമ്പോഴാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1 മീറ്റർ സ്ക്വയറിൽ കെ അളവാണ് മഴവെള്ളം കിട്ടുന്നത് എങ്കിൽ എ മീറ്റർ സ്ക്വയറിൽ കിട്ടുന്ന മഴവെള്ളം എന്ന് പറയുന്നത് കെ ഇൻറ്റു എ ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, വോളിയം എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദാറ്റ് സ്പേസ് അതിനുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ? എക്സ്പ്ലെയിൻ വൈ ദ ഹൈറ്റ്സ് ഓഫ് റെയിൻ വാട്ടർ കളക്റ്റഡ് ഇൻ ഡിഫറെൻറ്റ് സൈസ് ഹോളോ പ്രിസംസ് കെപ്റ്റ് നിയർ വൺ അനദർ ആർ ഈക്വൽ. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് പല പല ഷേപ്പിലുള്ള ഹോളോ പ്രിസംസ് നമ്മളിങ്ങനെ വെച്ചു കൊടുത്താൽ എല്ലാത്തിലും വരുന്ന മഴ വെള്ളത്തിൻ്റെ ഹൈറ്റ് ഈക്വൽ ആയിരിക്കും. അതെന്താ കാരണം? വോളിയം. ശരിക്കും പറഞ്ഞാൽ വോളിയം എന്ന് പറയുന്നത് എന്താ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഓഫ് എ പ്രിസം എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. അതായത് വോളിയം ഏരിയ തമ്മിൽ ബന്ധമുണ്ട്. ഒരാളെ കൂടുമ്പം മറ്റേയാളും കൂടുന്നു. ബേസ് ഏരിയ കൂടുമ്പോൾ അവിടെ കിട്ടുന്ന വാട്ടറിൻ്റെ വോളിയം കൂടുന്നു. ബേസ് ഏരിയ കുറയുമ്പോൾ അവിടെ കിട്ടുന്ന വാട്ടറിൻ്റെ വോളിയവും കുറയുന്നു. ഇപ്പോൾ മഴ വിചാരിക്കുമോ കൂടുതൽ വലുപ്പം ഈ പാത്രത്തിന് ഇതിനകത്തോട്ട് കൂടുതൽ വീണേക്കാം എന്ന് മഴ വിചാരിക്കില്ല. മഴ പെയ്യുമ്പോൾ എല്ലാത്തിലോട്ടും ഒരേപോലെയാണ് മഴ പെയ്യുന്നത് അല്ലേ? അപ്പോൾ ബേസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് വോളിയം കൂടുന്നു, ബേസ് ഏരിയ കുറയുമ്പോൾ വോളിയം കുറയുന്നു. അവിടെ ഹൈറ്റിൻ്റെ പ്രത്യേകത എന്താ? വോളിയം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? അപ്പം വോളിയം ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ബേസ് ഏരിയ. ബേസ് ഏരിയനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ വോളിയം. സോ ഹൈറ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അതുകൊണ്ടാണ് നമ്മൾ മഴ സമയത്ത് പല ഹോളോ പ്രിസംസ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചെന്ന് വിചാരിച്ചോ, അതിൻ്റെ ഷേപ്പ് ഒന്ന് നോക്കിയല്ല മഴ പെയ്യുക, ഒരേപോലെ അങ്ങ് മഴ പെയ്യും അല്ലേ? അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത്, ഹൈറ്റ് ഓഫ് ദി വാട്ടർ ലെവൽ എന്ന് പറയുന്നത് എല്ലാ പാത്രത്തിലും ഒരേ ലെവലിലായിരിക്കും. ഇതാണ് അതിൻ്റെ കാരണം. വോളിയം എന്ന് പറയുന്നത് ബേസ് ഏരിയയുമായിട്ടാണ് പ്രൊപ്പോർഷണാലിറ്റി നിൽക്കുന്നത്. അപ്പം ഹൈറ്റ് എന്ന് പറയുന്നതാണ് അവിടെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ്. അതായത് ഹൈറ്റ് അവിടെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ? എപ്പോഴും അത് ഒരേ ലെവലിൽ നിൽക്കും ഹൈറ്റ്. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. വെൻ എ വെയ്റ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിങ്. ഒരു സ്പ്രിങ്ങിൽ നമ്മളൊരു വെയ്റ്റ് ഇങ്ങനെ തൂക്കിയിടുകയാണെന്ന് വിചാരിച്ചോ. വെയ്റ്റ് തൂക്കിയിടുകയാണ് താഴോട്ട്. ദെൻ ദ എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയ്റ്റ്. നമ്മളിവിടെ തൂക്കിയിടുന്ന വെയ്റ്റ് എത്രയാണോ അതിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരിക അല്ലേ? നമുക്കറിയാലോ സ്പ്രിങ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരും. ഓക്കെ, അപ്പോൾ ഈ എക്സ്റ്റൻഷന് ഞാൻ എൽ എന്ന് മാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. എൽ എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയ്റ്റ്. നമ്മൾ താഴെ കൊടുത്ത വെയ്റ്റ് എത്രയാണോ അതിനനുസരിച്ച് ഇതിന് എക്സ്റ്റൻഷൻ സംഭവിക്കുന്നു. എക്സ്പ്ലെയിൻ ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു മാർക്ക് വെയ്റ്റ്സ് ഓൺ എ സ്പ്രിംഗ് ബാലൻസ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ സ്പ്രിംഗ് ബാലൻസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇത് മെഷർമെൻറ്റിന് വേണ്ടി ഉപയോഗിക്കും ഈ ഒരു കൺസെപ്റ്റ്. അതായത് എക്സ്റ്റൻഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ വെയ്റ്റ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് ഇങ്ങനെ ഇരിക്കുകയെന്ന് വിചാരിച്ചോ. അവിടെ നമുക്ക് ഒരു വെയ്റ്റും കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ഏതാണെന്ന് നമ്മൾ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളതിൽ ഒരു 1 kg വെയ്റ്റ് എടുത്ത് വയ്ക്കുക. 1 kg വയ്ക്കുമ്പം ഇതിനു മുമ്പ് അതിനകത്ത് ഒരു വെയ്റ്റും ഇല്ലായിരുന്നു. 1 kg വയ്ക്കുമ്പോൾ നോർമലി അത് എക്സ്റ്റെൻഡ് ചെയ്ത് താഴോട്ട് വരും അല്ലേ? താഴോട്ട് വരുമ്പോൾ ഒരു ഡിസ്റ്റൻസ് കിട്ടും നമുക്ക്. ഓക്കെ, സപ്പോസ് ഈ ഡിസ്റ്റൻസ് ഞാൻ ഡി എന്ന് മാർക്ക് ചെയ്യാണ്. ഓക്കെ, 1 kg നമ്മൾ വെയ്റ്റ് കൊടുത്തപ്പോഴാണ് അതിന് ഡി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തെത്തിയത്. ഇനി ഞാൻ 2 kg കൊടുത്തു എന്ന് വിചാരിച്ചു. കൊടുത്താൽ അതെന്തോരം എക്സ്റ്റെൻഡ് ചെയ്യും? 1 kg കൊടുത്തപ്പോൾ അത് ഡി ലെവൽ താഴോട്ട് താന്നു അല്ല? ഇതായിരുന്നു എൻ്റെ നോർമൽ പൊസിഷൻ. അവിടുന്ന് താഴോട്ട് ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് താന്നു. 2 kg കൊടുക്കുമ്പോൾ അത് പിന്നെയും താഴോട്ട് പോരും അല്ലേ? 2 kg കൊടുക്കുമ്പോൾ അത് പിന്നെയും താഴോട്ട് പോരും. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 times d ആയിരിക്കും
അതാണ് ഈ പ്രൊപ്പോർഷണൽ ആണ് എന്ന് അവർ ആദ്യമേ പറഞ്ഞിരിക്കുന്നത്. വെൻ എ വെയിറ്റ് ഈസ് സസ്പെൻഡഡ് ബൈ എ സ്പ്രിംഗ് ദ എക്സ്റ്റൻഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ വെയിറ്റ്. വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് എക്സ്റ്റൻഷനും കൂടുന്നു. കണ്ടോ, വെയിറ്റ് 1 kg ആയിരുന്നപ്പോൾ D ആയിരുന്നു. വെയിറ്റ് 2 kg ഇടുമ്പോൾ ഈ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 2D ആയിരിക്കും. ഇനി 3 kg ഇടുമ്പോഴോ, 3 kg ഇട്ടാൽ പിന്നെ അത് താഴോട്ട് വരും അല്ലേ. 3 kg ഇടുമ്പോൾ പിന്നെയും താഴോട്ട് വരുന്നു. അപ്പോൾ ഈ 0 ലെവലിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 times D ആയിരിക്കും. ഈ രീതിയിൽ നമുക്ക് വെയിറ്റ് മെഷർമെൻറ്റ് നടത്താൻ പറ്റും. അതായത് സ്പ്രിംഗ് ബാലൻസിൽ നമ്മൾ വെയിറ്റ് കൊടുത്തിട്ട് ആ വെയിറ്റ് കാരണം സ്പ്രിംഗ് എന്തുമാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്ന് നോക്കുക. അതിൽ നിന്ന് നമുക്ക് ആ കൊടുത്തിരിക്കുന്ന ആ വസ്തുവിൻ്റെ വെയിറ്റ് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് മനസ്സിലായില്ലേ, 1 kg ആണെങ്കിൽ D ആയിരിക്കും എക്സ്റ്റൻഷൻ, 2 kg ആണെങ്കിൽ പിന്നെയും താന്നു, അപ്പം 2D ആണ് എക്സ്റ്റൻഷൻ, 3 kg ആണെങ്കിൽ 3D ആണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് പോലെ. നേരെ തിരിച്ചാലോചിക്കാം, D എക്സ്റ്റെൻഡ് ചെയ്തു താഴോട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇട്ടിരിക്കുന്നത് 1 kg ആണ്. പിന്നെ വേറൊരു ഒബ്ജക്റ്റ് കൊണ്ടുവന്ന് അവിടെ വെയിറ്റിന് നോക്കാൻ വേണ്ടി ഇട്ടു, അപ്പോൾ 2D ആണ് ഇങ്ങനെ താഴോട്ട് വന്നു, 2D ലെവലെത്തി എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ആ ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 2 kg ആണ്. നമ്മൾ വേറൊരു സാധനം കൊണ്ടുവന്നിട്ടു, അപ്പോൾ അത് വീണ്ടും താന്ന് ഇവിടം വരെ എത്തി. ഇവിടെ അപ്പോൾ 3D ആണ് എക്സ്റ്റൻഷൻ കിട്ടിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വെയിറ്റ് 3 kg ആണെന്ന്. ഈ രീതിയിലാണ് നമ്മൾ മെഷർമെൻറ്റ് നടത്തുക. ഇതാണ് ഈ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിങ്ങനൊരു ഫിഗർ തന്നിട്ടുണ്ടല്ലേ, ഒരു ആംഗിൾ ഉണ്ട് ഇവിടെ. ഈ ആംഗിൾ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഈ ഒരു ഹൈറ്റ് അവർ ഹൈറ്റ് ഈ ഒരു ഡിസ്റ്റൻസിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇങ്ങോട്ട് ഈ സ്ലാൻഡ് ഈ പൊസിഷനിൽ ഡിസ്റ്റൻസ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻ ദ ആംഗിൾ ഷോൺ ബിലോ ഫോർ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓൺ ദി സ്ലാൻഡഡ് ലൈൻ, ഫോർ ഡിഫറെൻറ്റ് പൊസിഷൻസ് ഓൺ ദിസ് സ്ലാൻഡഡ് ലൈൻ ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദി angle change, the height from the horizontal line also changes. അതായത് ഇവിടുന്ന് ഈ സ്ലാൻഡഡ് ലൈനാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അതുപോലെ ഒരു സ്ലാൻഡഡ് ലൈൻ ഇവിടെ വരയ്ക്കുകയാണെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ വരച്ചു ഒരു സ്ലാൻഡഡ് ലൈൻ. ഇനി ഈ വെർട്ടെക്സ് അല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഈ വെർട്ടെക്സിൽ നിന്ന് ഇവിടെ ഞാനൊരു പോയിൻ്റ് ഇട്ടു A. അപ്പോൾ എനിക്ക് കിട്ടിയ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലാൻഡഡ് ലൈനിലെ പോയിന്റിൽ നിന്ന് ഈ ഹൊറിസോണ്ടൽ ലൈനിലോട്ടുള്ള ഡിസ്റ്റൻസ്. ഇപ്പോൾ സപ്പോസ് ഇത് B ആണെന്ന് വിചാരിച്ചു, AB ആണ് എന്ത് ഹൈറ്റ് അല്ലേ. ഇപ്പോൾ ഡിസ്റ്റൻസോ, ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഈ വെർട്ടെക്സിന് ഞാൻ O എന്ന് നെയിം ചെയ്ത OB ആണ് ഇപ്പോൾ ഡിസ്റ്റൻസ്. ഇനി ഞാൻ ഈ ഡിസ്റ്റൻസ് ഒന്ന് കൂട്ടി, അതാണ് ഇവരിവിടെ പറയുന്നത്. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ വെർട്ടെക്സ് ഓഫ് ദി ആംഗിൾ ചേഞ്ച്, ഈ ആംഗിളിൻ്റെ വെർട്ടെക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച്, ഇപ്പോൾ ഞാൻ C എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇവിടെ എടുത്തു. ആ ചേഞ്ച് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഹൈറ്റ് ഫ്രം ദ ഹൊറിസോണ്ടൽ ലൈൻ ഓൾസോ ചേഞ്ചസ്. കണ്ടോ, ഹൈറ്റ് ഫ്രം ദ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത് ഇപ്പോൾ CD ആണ്. ഓക്കെ, അപ്പം AO എന്ന് പറയുന്നത് OC ആക്കി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് സംഭവിക്കും? AB എന്ന് പറയുന്ന ഹൈറ്റിനും ഇവിടെ ചേഞ്ച് വരുന്നു. മനസ്സിലായോ? ഡിസ്റ്റൻസ് ഓഫ് എ പോയിന്റ് ഓൺ ദി സ്ലാൻഡഡ് ലൈൻ വേരീസ്, ദെൻ ഇറ്റ്സ് ഹൈറ്റ് ഓൾസോ ചേഞ്ചസ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രൂവ് ദാറ്റ് ദ ഹൈറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്റ്റൻസ്. ഈ ഹൈറ്റ് ഇപ്പോൾ ABCD എന്നൊക്കെ പറയുന്ന ഈ ഒരു ഹൈറ്റ് ഈ ഡിസ്റ്റൻസിന് പ്രൊപ്പോർഷണലാണ്. അതായത് OA OCക്കൊക്കെ പ്രൊപ്പോർഷണൽ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫിഗർ ഇപ്പം മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ 2 ട്രയാങ്കിൾസ് കാണാം അല്ലേ. ട്രയാങ്കിൾ OBA ഉണ്ട്, അതുപോലെ ട്രയാങ്കിൾ ODC ഉണ്ട്. 2 ട്രയാങ്കിൾസ് കാണാമല്ലോ. ഈ 2 ട്രയാങ്കിൾസും ആക്ച്വലി സിമിലർ ട്രയാങ്കിൾസ് ആണ്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. OB, ഇവിടുത്തെ OB എടുത്തു ഞാൻ. OB ഈസ് പാരലൽ ടു OD. നോക്കിക്കേ, ഇവിടെ OD എടുത്തു. ദീസ് 2 ആർ പാരലൽ. OB ആൻഡ് OD ആർ പാരലൽ. ഇനി AB എടുത്തു. AB ഈസ് പാരലൽ ടു CD. കണ്ടോ, ഇവിടുന്ന് ഞാൻ AB എന്ന് പറയുന്ന സൈഡ് എടുത്തു, ഇവിടുന്ന് ഞാൻ CD എന്ന് പറയുന്ന സൈഡ് എടുത്തു. ഈ 2 സൈഡ്സും പാരലലാണ്. ഇനിയോ OA എടുത്തു. OA ഈസ് പാരലൽ ടു OC. കണ്ടോ, 2 ട്രയാങ്കിൾസ് ഉണ്ട്. ആ 2 ട്രയാങ്കിൾസിൻ്റെയും 3 സൈഡ്സിൻ്റെയും പ്രത്യേകത എന്താണ്? ദേ ആർ മ്യൂച്വലി പാരലൽ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാരലൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് 2 ട്രയാങ്കിൾസ് ആർ
സിമിലർ ട്രയാങ്കിൾസ് അല്ലേ? നമ്മൾ സിമിലർ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? റേഷ്യോ ബിറ്റ്വീൻ സൈഡ്സ്, ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഇവിടെ 90 ഡിഗ്രിയാണിത് അല്ലേ? ഇത് 90 ഡിഗ്രിയാണ്. ഓക്കെ, ട്രയാങ്കിൾ ഒ ബി എയിൽ ഈ ഒരു യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണെന്ന് നോക്കിയേ. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ഒ എ ആണ്. ഒ എ. ഇനി ട്രയാങ്കിൾ ഒ ഡി സി എടുക്കാം. ഈ വലിയ ട്രയാങ്കിളിൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഒ സി. ഓക്കെ, സോ ഒ എ ബൈ ഒ സി എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും എന്ത് വരിക? ഇനി നമുക്ക് ഒരേ ആംഗിൾ എടുക്കാം. എന്താ ഈ ഒരു ആംഗിൾ എടുക്കാം. ഈ ആംഗിളിന് ഓപ്പോസിറ്റായിട്ട് ഒ ബി ഐ ചെറിയ ട്രയാങ്കിളിൽ ഈ ഒരു ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാ? എ ബി അല്ലേ? എ ബി ബൈ, ഇനി ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വലിയ ട്രയാങ്കിളിൽ കിടക്കുന്ന സൈഡ് ഏതാ? സി ഡി. മനസ്സിലായോ? ഒ എ ബൈ ഒ സി എന്ന് പറയുന്നതും എ ബി ബൈ സി ഡി എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണ്? ആക്ച്വലി ദീസ് ടു ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. ഇനി ഇവിടെ ഒ എ ഒ സി എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒ എ ഒ സി എന്നൊക്കെ പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാക്ക് അത് ഡിസ്റ്റൻസ് എന്നാണ് അല്ലേ? ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിസ്റ്റൻസസ്, അതായത് ഡിസ്റ്റൻസിലുണ്ടാവുന്ന ചേഞ്ച്. മനസ്സിലായോ? ഒ എ എന്നുള്ളത് ഇപ്പോൾ ഒ സി എന്നാക്കി എന്ന് പറഞ്ഞാൽ ഇത് സൂചിപ്പിക്കുന്നത് ഡിസ്റ്റൻസിലുണ്ടാവുന്ന വേരിയേഷനാണ്. ഇതോ എ ബി ബൈ സി ഡി. ഈ എ ബിയും സി ഡിയും ഒക്കെ എന്താണ്? എ ബി സി ഡി കണ്ടോ? ഇതൊക്കെ എന്താണ്? ഹൈറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ ആ പോർഷനിൽ തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഹൈറ്റ് കണ്ടോ എന്ന് പറഞ്ഞാൽ ഹൈറ്റും ഡിസ്റ്റൻസും എന്താണിപ്പോൾ? പ്രൊപ്പോർഷണലാണ്. ഡിസ്റ്റൻസിനുണ്ടാവുന്ന ചേഞ്ച് എത്രയാണോ അതേ ചേഞ്ച് ഹൈറ്റിലും വന്നിരിക്കും. അതാണ് ഒ എ ബൈ ഒ സി ഇസ് ഈക്വൽ ടു എ ബി ബൈ സി ഡി എന്ന് പറയുമ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരെ തിരിച്ചും പറയാം, ഹൈറ്റിൽ എന്തുമാത്രം ചേഞ്ച് വരുന്നുണ്ടോ അതേ ചേഞ്ച് ഡിസ്റ്റൻസിലും വന്നിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ കിട്ടിയ ഈ ഇക്വേഷനിൽ ചെറിയ ചേഞ്ചസ് ഒന്ന് വരുത്താം. നോക്കിക്കേ, ഒ എ ബൈ ഒ സി എന്നാണ് ഇപ്പോൾ കിടക്കുന്നത് അല്ലേ? ഒ എ എന്ന് പറയുന്നത് ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ ഭാഗമാണ്. പക്ഷേ ചെറിയ ട്രയാങ്കിളിൻ്റെ വേറൊരു ഭാഗം ഇവിടെ ഇതേ ഇക്വേഷനിൽ എവിടെയാണ് കിടക്കുന്നത്? എ ബി എന്ന് പറയുന്നതും ഈ ചെറിയ മഞ്ഞ നിറത്തിലുള്ള ട്രയാങ്കിളിൻ്റെ ഒരു ഭാഗമാണ്. ഈ ചെറിയ ട്രയാങ്കിളിൻ്റെ രണ്ട് ഭാഗങ്ങളെയും അത് ഈ രണ്ട് സൈഡ്സിനെ നമുക്ക് ഒന്നിച്ചെഴുതാം. അപ്പോൾ എന്ത് വരും? ഞാൻ ഈ എ ബിയുടെ അടുത്തോട്ട് ഈ ഒ എനെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ ഈ സി ഡീനെ ഞാൻ എടുത്ത് ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ എന്താ ചേഞ്ച് ഉണ്ടാവുക? ഇപ്പോൾ ഒ എ എന്ന് പറയുന്നത് ന്യൂമറേറ്ററിലാണ്. ഓക്കെ, അത് ഈക്വൽ ഡെസിമലിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഡിനോമിനേറ്ററിലോട്ട് പോകും. എ ബി ബൈ ഒ എ എന്ന് വരും. മനസ്സിലായോ? ഒ എനെ ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ അത് എ ബി ബൈ ഒ എ എന്നാവും. ഇനി സി ഡിക്ക് എന്ത് സംഭവിക്കും? സി ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ്. ഈക്വൽ ടു സിമ്പിളിൻ്റെ നെക്സ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എങ്ങോട്ട് പോകും? ന്യൂമറേറ്ററിലോട്ട് പോകും അല്ലേ? സി ഡി ബൈ ഒ സി എന്നാവും. ഓക്കെ, സി ഡി ബൈ ഒ സി ഈസ് ഈക്വൽ ടു എ ബി ബൈ ഒ എ എന്നാണ് ഇപ്പോൾ വരുന്നത്. നോക്കിയേ, സി ഡി ബൈ ഒ സി, സി ഡി ബൈ ഒ സി കണ്ടോ? ഈ ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ. എ ബി ബൈ ഒ എ, എ ബി ബൈ ഒ എ എന്ന് പറയുമ്പോഴും ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോ ഇതെപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ നിൽക്കും എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. ഓക്കെ, ഇത് സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലറിൽ ട്രയാങ്കിൾസിലെ ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ ഈക്വൽ ആണ്. ഇനി നമ്മളതൊന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും അല്ലേ? ഈ ഹൈറ്റും ഡിസ്റ്റൻസും തമ്മിലുള്ള റേഷ്യോവും എപ്പോഴും ഒരേപോലെയാണ് പോകുന്നത്. ദാറ്റ് ഈസ് ദേ ആർ കോൺസ്റ്റൻറ്റ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? നെക്സ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് കാൽക്കുലേറ്റ് ദ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ഫോർ 30 ഡിഗ്രി 45 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി ആംഗിൾസ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കണ്ടോ, സി ഡി ബൈ ഒ സി, എ ബി ബൈ ഒ എ എന്നൊക്കെ പറയുന്നത് എന്താണ്? സി ഡി ബൈ ഒ സി എന്ന് പറഞ്ഞാൽ ഞാൻ ആ ട്രയാങ്കിൾ മാത്രം ഇങ്ങോട്ട് വരയ്ക്കാം. ഓക്കെ, ഒ സി ഡി ഈ ട്രയാങ്കിൾ മാത്രം വരച്ചു. എന്നിട്ട് ഈ ആംഗിളാണ് നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് വിചാരിച്ചോ.
ഒ എന്ന് പറയുന്ന പോയിന്റിലുള്ള ആംഗിൾ നോക്കുമ്പോൾ സി ഡി എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡാണ് അല്ലേ, ദൂരെയുള്ള സൈഡ് സി ഡി. ഇനി ഒ സി എന്ന് പറഞ്ഞാലോ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഒ സി എന്ന് പറയുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. അപ്പോൾ സി ഡി ബൈ ഒ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്നതിന് നമ്മൾ മാത്സിലെടുക്കുന്ന ഒരു വിലയാണ് സൈൻ ഓഫ് ആൻ ആംഗിൾ. നമ്മൾ അതിന് സൈൻ തീറ്റ അല്ലെങ്കിൽ സൈൻ എക്സ് എന്നൊക്കെ മെൻഷൻ ചെയ്യാറുണ്ട്. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടിന്യൂസും തമ്മിലുള്ള റേഷ്യോ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് വരുന്നത്. നമ്മൾ ട്രിഗ്നോമെട്രി 10th പഠിക്കുകയുള്ളൂ. എന്നാലും ഞാൻ ന്യൂ നമ്പേഴ്സ് എന്നുള്ള ചാപ്റ്ററിൽ ട്രിഗ്നോമെട്രി ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10th സ്റ്റാൻഡേർഡിൽ എന്തായാലും നമ്മൾ പഠിക്കണം. അപ്പോൾ ഞാൻ അവിടെ ഒരു ചാർട്ടും പഠിപ്പിച്ചായിരുന്നു. ന്യൂ നമ്പേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലും ഇതേ ചാർട്ട് ഞാൻ പഠിപ്പിച്ചു പോയതാണ്. അതേ ചാർട്ട് തന്നെ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനും ഉപയോഗിക്കാം. അവിടെ നമ്മൾ സൈൻ, കോസ്, ടാൻ ഒക്കെ പഠിപ്പിച്ചായിരുന്നു അല്ലേ. നമുക്കിപ്പോൾ ഇവിടെ ഏതാണ് ആവശ്യം? സൈൻ ഓഫ് ആൻ ആംഗിൾ മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. സൈൻ്റെ വാല്യൂ പഠിക്കാൻ ഒരു ചാർട്ട് പഠിപ്പിച്ചായിരുന്നു. 0, 1/2, 1/√2, √3/2, 1. അപ്പോൾ ഇതാണ് സൈൻ്റെ വാല്യൂസ് ഫോർ 0, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി. ഇത് നമ്മൾ എന്തായാലും 10th പഠിക്കണം. അപ്പോൾ ഇപ്പോഴേ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ സൈനാണ് ഇവിടെ ആക്ച്വലി എന്താ പറയുന്നത്? കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 ഡിഗ്രിയിൽ എത്രയാണ് സൈൻ്റെ വാല്യൂ എന്ന് നോക്കിയേ? 1/2. ഓക്കെ, അതുപോലെ 45 ഡിഗ്രി വരുമ്പോൾ സൈൻ്റെ വാല്യൂ എത്രയാണ്? 1/√2. 60 ഡിഗ്രി വരുമ്പോൾ √3/2. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് വരുന്നത്, സൈൻ ഫംഗ്ഷൻ്റെ വാല്യൂസ്. ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. എന്നിട്ട് കോസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്ന ടെക്നിക്ക് അവിടെ പറഞ്ഞായിരുന്നു. ഇതേ വാല്യൂസ് നേരെ തിരിച്ചെഴുതുക. ഇവിടെ 1, പിന്നെ ഈ √3/2 ഇവിടെ വരും, 1/√2 ഇവിടെ വരും, 1/2 ഇവിടെ വരും, 0 ഇവിടെ വരും അല്ലേ. ടാൻ്റെ ഒക്കെ കാര്യം അവിടെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഈ ചാർട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ച് തന്നെയാണ് നമ്മളിത് ആൻസർ ചെയ്തത് കേട്ടോ. അപ്പോൾ സൈൻ വാല്യൂസ് ഫോർ ദീസ് ആംഗിൾസ് അതായിരിക്കും ആക്ച്വലി ഇതിൻ്റെയൊക്കെ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഈ എക്സർസൈസ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു. താങ്ക് യു.